ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമാടൽ ജനമിടി തുടങ്ങി മകനെ. കടുകഠോര കൊടു ശകടമാണു ശനി ശരണമാരു ശിവനെ. ഗതികെട്ടൊരു വട്ടൊരു പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ. കടുകഠോര കൊടു ശകടമാണു ശനി ശരണമാരു ശിവനെ. മോന്തായം പഴച്ചാറ്റലേറ്റാലും കടൽ കാറ്റുകൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എന്റെ കൊട്ടാരം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പാപികളായി പല ഭാരപരാക്രമ വീര്യമോടെ വരവായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ. കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനെ. ഗതികെട്ടൊരു വട്ടന് പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. കൂത്തുകാരെ പോറ്റും പടപ്പാണ്ടി സർക്കസോ. അരച്ചാൻവയത്തിന്റെ ഹരിപ്രശ്നമാണല്ലോ കടം കൊണ്ടു തെണ്ടും നേരം കറക്കല്ല് പോലീസേ. അട്ടപ്പടലം കളിയഭ്യാസം ഇതിലിട്ടപ്പെടലെന്നതൊരാക്രാന്തം. അട്ടപ്പടലം കളിയഭ്യാസം ഇതിലിട്ടപ്പെടലെന്നതൊരാക്രാന്തം. വേദനയാൽ പല വേഷമണിഞ്ഞവർ ഈശലോടെ വരവായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ. കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനെ. ഗതികെട്ടൊരു വട്ടൊരു പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. വെരി ഗുഡ് വെരി ഗുഡ്. കൊള്ളാം. മോന്റെ മാക്സിമം മോൻ പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോന്റെ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു ചെറിയ അടപ്പുണ്ട്. അപ്പൊ ഈ പാട്ടിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നങ്ങ് വിടണം. പക്ഷെ അത് മോന് പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മോന്റെ ആ ഒരു ഇൻബിൽറ്റ് ടോണാണ്. മോന്റെ ആ ടോണാണ്. അത് വെച്ചിട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി. പിന്നെ കുറച്ച് സ്ഥലങ്ങള് വെടിച്ചില് പായുമ്പോൾ കുഴപ്പമില്ല. കുറച്ചൊന്നൊരു ഒരു ലാഗ് താളം കുറച്ച് പുറകോട്ട് വരുന്നു. ആ തുടക്കത്തിലുണ്ടായിരുന്നു വെടിച്ചില് പായുമ്പോൾ ആ ഒരു താളത്തെ തക്ക 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 അവിടെ തന്നെ നിന്നാലേ ആ പാട്ടിനൊരു ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ ലാസ്റ്റിലായപ്പോഴത്തേ മോനങ്ങ് ടയേർഡായി. അടപടലം കളി അഭ്യാസം ഇതിലിടപെടലെന്നൊരു അവിടെയൊക്കെ ഒരു എന്താ പറയുന്നത് അതിന്റെ ഒരു പവർ മോന് നഷ്ടപ്പെട്ടു പോയി. നന്നായിട്ട് പാടി. പക്ഷെ ഇങ്ങനത്തെ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിരുന്നു. കൊള്ളാം. മൊത്തത്തിൽ ടോട്ടലായിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് പാടാനായിട്ട് നല്ലൊരു പവർ വേണം.
തുറന്ന വോയിസ് ആയിരിക്കണം. എന്നാലും കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു മോന്റെ വോയിസിൽ കേട്ടപ്പോഴും. പല ഭാഗങ്ങളും വളരെ നന്നായി സൂപ്പറായിട്ട് പാടി. ആ തുടക്കത്തിലുള്ള ജനമിടി തുടങ്ങി മകനെ ഒത്തിരി ലാഗ് വന്നു, താളത്തിലേക്ക് ആയിട്ടില്ലായിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പാട്ടുമായിട്ട് മോന്റെ ശബ്ദം അങ്ങോട്ട് മാച്ച് ആവുന്നില്ല, അതൊരു പ്രശ്നം മാത്രം. കുട്ടാ കലക്കടാ ഒരു പാട്ടിന് ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്ത് പാടണമെന്ന് ഒരാവശ്യമില്ല. ഇവരൊക്കെ എങ്ങനെയാ ഒരു പാട്ട് ചുമ്മാ നിന്ന് ഡാൻസ് ചെയ്തിട്ടാണ് MG സാറൊക്കെ പ്രോഗ്രാമിൽ കിടന്ന ആൾക്കാർ കിടന്ന് ഇളകി മറിയുന്നത്. കാരണം അതുപോലത്തെ പാട്ടുകൾ ആ പവറിലെ എനർജിയില് SPB സാറ്, ശങ്കർ സാറ് ഒക്കെ അവരുടെ ശബ്ദത്തിലൂടെ അവരെ ഡാൻസ് ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് പെർഫോം ചെയ്ത് ഡാൻസ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത് ഇങ്ങനെ ഒരു ആവശ്യമില്ല. അതങ്ങനെ ചെയ്യാൻ പറ്റുന്നവര് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ നിർബന്ധമില്ല നമുക്ക് കേട്ടോ. എന്നാലും നിന്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്തതിന് സൂപ്പർ ഗുഡ് എഫേർട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ധ്യാൻകുട്ടന് ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് ഇറ്റ് ഈസ് 98 ഔട്ട് ഓഫ് 100. ഇതിനകത്ത് എന്താണ് പറയുന്നത്, ദിലീപ്, ഹരിശ്രീ, അശോകൻ എന്നുകൊണ്ട് കൊച്ചിൻ അനീഫ എന്റെ അടുത്തൊരു ജ്യേഷ്ഠ സഹോദരനാണ്. സോ ആടി ഒരു കൊച്ചിൻ അനീഫ പൂക്കുറ്റി. അപ്പൊ ധ്യാൻകുട്ടാ ഹാപ്പി ആയല്ലോ? ഹാപ്പി. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാ പ്രശ്നങ്ങളും മാറ്റിട്ട് പോയോ.